മറ്റേ മച്ചി പറഞ്ഞ ചങ്ങാതിന്റെ പേരെന്താനും മോനൂസ്. മോനൂസ് എന്ന് പറയുന്നേ എനിക്ക് തോന്നുന്നത് ഈ മച്ചീന്റെ കാമുകനാണ്. ഇവനെ വീട്ടിൽ കേറിയിട്ട് പിടിച്ചിട്ട് ഇവൻ അങ്ങ് ഒഴിവായി. കേക്കണം, അങ്ങനെ സ്ക്രീനിൽ ആരും വേണ്ട, ഞാൻ മതി. അങ്ങനെയാണ് ഇവള് ഒന്ന് പറഞ്ഞിട്ടാകത്തേന് ഇന്നെക്കൊള്ളതാണ്. ഇവൻ പറയണ നിങ്ങൾ കേട്ടല്ലോ, ഒരു മോൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ സബ്സ്ക്രൈബറോ വ്യൂവറോ ആരോ ആണെന്ന് തോന്നുന്നു. അവര് പോയിട്ട് ഇവർക്കിടെ ലൈവില് കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് വേണ്ട എന്ന് ഞാനൊരു വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മോനൂസിനെ കൂട്ടിയിട്ടാണ് ആ പറയുന്നത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടത് കൊണ്ട്, അതും ഇവർക്കിടെ ലൈവിൽ പോയി കമന്റ് ഇട്ടത് കൊണ്ട് മോനൂസിനെ അങ്ങനെ ആക്ഷേപിക്കുകയാണ്. മോനൂസിനെ അടച്ചാക്ഷേപിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാനറിയാത്ത എൻ്റെ കാമുകൻ. ഞങ്ങൾ എപ്പോഴാണോ കാമുകന്മാരായതെന്ന് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞില്ല. പക്ഷെ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അതാണ് ഇവർക്കിടെ കഴിവ്. കഥയുണ്ടാക്കാനായിട്ട് ഇവരെ കഴിഞ്ഞിട്ട് വേറെ ആർക്കും വെട്ടിക്കില്ല ഗൈസ്. ഓരോരുത്തരെ പറ്റിയിട്ട് അത് നല്ല കഥകളൊന്നല്ല, അപവാദ കഥകൾ. നമ്മളൊക്കെ പറയുന്നത് ഉള്ള കഥകളാണ്. നമ്മൾ കേട്ട അവർക്കിടെ നാട്ടിൽ നിന്ന് തന്നെ ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. പക്ഷെ നമുക്കെതിരെ ഒന്നും പറയാനില്ല. ആദ്യം ഞാൻ മച്ചിയായി, പിന്നെ ഞാൻ വെണ്ണക്കണ്ണൻ്റെ പെയിൻറ്റിങ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഗർഭപാത്രമില്ലാത്തവളാക്കി, ക്യാൻസറാക്കി. അതിൻ്റെ തെളിവ് ഞാൻ കൊണ്ടുവന്നിട്ട് അണ്ണാക്കി തള്ളിക്കൊടുത്തപ്പോൾ പിന്നെ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറിൻ്റെ കാര്യമൊന്നും മിണ്ടുന്നില്ല. മച്ചിന്ന് തന്നെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. അത് വിളിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേകതരം സുഖം കിട്ടുന്നുണ്ടല്ലോ, ഒരു മനസ്സുഖം. അത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വിളിച്ചോട്ടെ. ഇതുപോലുള്ള ഒരു അഭിസാരികയ്ക്ക് അല്ലാണ്ട് ഇത്തരം കഥകൾ മെനയാൻ പറ്റുമോ? നിങ്ങൾ പറ. കഥകളും മെനഞ്ഞുണ്ടാക്കാൻ, അതും ഇത്തരം വെടിക്കഥകൾ. ഇവൾക്ക് ഫുള്ള് വെടിക്കഥ മാത്രമേ വരുള്ളൂ, നല്ലൊരു കഥ ഇവൾക്ക് വരൂല. വെടികൾക്ക് വെടിക്കഥകളല്ലാതെ അല്ലെങ്കിൽ വെടിവെക്കാനല്ലാതെ ഒരു നല്ല കാര്യം വരൂല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ. അത് തന്നെയാണ് ഇവളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കേരളത്തിൽ മറ്റ് സ്ത്രീകളെ പറ്റി വെടിക്കഥകളും നുണക്കഥകളും ഉണ്ടാക്കാൻ ഇവളെയും ഇവനെയും കഴിഞ്ഞിട്ട് വേറെ ആളില്ല എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഇവളുടെ വെടിക്കഥകൾ, അതായത് ഇവള് വെടിവെക്കാൻ പോയിട്ടുള്ള കഥകൾ നമുക്ക് കേൾക്കാം. ഇവള് പോയിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്കിടെ പേര് ആ സ്ഥാനത്ത് ചേർക്കുന്നുള്ളൂ. കേൾക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു രഹസ്യം ഇനിയെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഞാൻ അല്ലാതായി പോകും. അയ്യോ, ഈ പറയുന്ന മച്ചി എന്ന് പറയുന്ന സ്ത്രീ, ഇവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. അപ്പൊ ഇവര് തമ്മിൽ ഉടക്കിയ സമയത്ത് ഇവൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ വരൂ എന്നറിഞ്ഞിട്ട് ഇവൾ അതിന് മുമ്പേ അവിടെ വന്നു നിന്നതാ. അപ്പൊ ഇവനുള്ള പരിഭവം കൊണ്ട് ഇവന് ഞാന് 24 മണിക്കൂർ മൂക്കിൽ 2 വിരലും ഇട്ടിട്ട് ഊടായ്പ ഹണി ട്രാപ്പുകൾക്ക് കാലുമ്മ ചരട് കെട്ടി കൊടുക്കാനും ജെട്ടി ഇടിക്കുന്നത് വരെ, അത് എന്തിന് ഇവള് മെൻസസ് ആയാൽ പോലും കഴുകി കൊടുക്കുന്നത് ഇവനാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇവന് ബോധവും ബുദ്ധിയും വിവരമുള്ള പെണ്ണുങ്ങള് ഞാൻ നടന്നത് തന്നെ. പോർട്ടേടി നിന്റെ വെടിക്കഥ ബാക്കി. ഇവനുള്ള പരിഭവം കൊണ്ട് ഇവൻ ഷൗട്ട് ചെയ്തതാണ്. അപ്പൊ ആ സ്ത്രീ, ഇവര് തമ്മിലുള്ള ആ ഒരു ദേഷ്യമാണ് ആ സ്ത്രീ ഇവനോട് വൈരാഗ്യമാണ്. വെടിക്കഥ പറയാനായിട്ട് ഈ ജസ്നേനെ കഴിഞ്ഞിട്ട് ഈ കേരളത്തിൽ ഇന്ന് ആളുള്ളൂ. ഇവള് 3 സ്റ്റാറിലൊന്നും ഇവള് താമസിക്കൂല. ഇവൾക്ക് 5 സ്റ്റാർ വേണം. 5 സ്റ്റാർ ഹോട്ടലിൽ ഇവൾക്ക് മുറിയുണ്ടോ എന്നാൽ മാത്രമേ ഇവള് വരുള്ളൂ. ഹൈടെക് വെടിവേശിയാണ് ഇരുന്നിട്ട് മറ്റ് സ്ത്രീകളെ അനാവശ്യം പറയുന്നത്. കേട്ടല്ലോ, ഇവളെ പോലെ വെടിക്കഥ ഉണ്ടാക്കി പറയാനുള്ള കഴിവ് ഇന്ന് ഈ കേരളത്തിൽ ആർക്കുണ്ട്? വെടിക്കഥ വെടിവാണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓർമ്മ വരുന്ന ഒരു പേരെന്ന് പറയുന്നത് ഈ ജസ്നയുടെ പേരാണ്. അത്രത്തോളം കേരളത്തിൽ കയറി ഇറങ്ങി നടന്നിട്ട് വെടിവെക്കാൻ പോയ ഒരു പെണ്ണാണിത്. ആ പെണ്ണിനല്ലാണ്ട് ഇങ്ങനെ വെടിക്കഥ ഉണ്ടാക്കി പറയാൻ പറ്റുമോ? അതാണ്. എന്തായാലും ബാക്കി കേൾക്കട്ടെടി മോളെ നിന്റെ വെടിക്കഥ. ഒരു ദേഷ്യമാണ് ആ സ്ത്രീ ഇവനോട് വൈരാഗ്യമായിട്ട് തീർക്കുന്നത്. ശരിക്കും പറയാച്ച കേട്ടല്ല, അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ഇങ്ങോട്ട് ചിരിച്ചിട്ട് അകത്തേക്ക് വലിക്കുന്ന ഒരു വലിയുണ്ട്. അത് ആർക്കെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിരിക്കുമ്പോ അകത്തേക്ക് വലിക്കുന്നത്. അത് ഈ വെടിക്കുറ്റിക്ക് മാത്രമേ ഉള്ളൂ, വാണക്കുറ്റി. കെട്ടിയവനെ പോലും
ഇത് സത്യാവസ്ഥ അറിയാതെ അവള് കൂട്ടിക്കൊണ്ട് ഇവളെടുക്കൽ കേൾക്കുമ്പോഴേക്ക് ഇവള് ഗുരുവായൂരേക്ക് വരാനുള്ള കാരണം അതാണ്. ഈ മലരിന്റെ മോന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ മലരിന്റെ മോന് ഇപ്പൊ നീ ജീവിക്കുന്നത് ഒരു വെടിവാണം വേശ്യയുടെ കൂടെയാണ്. നിന്റെ അമ്മ ഒരു പരവെടിയായിരുന്നു, പറവെടി. ആ പറവെടിത്തള്ള ഒന്നീ കൂടുതൽ ആൾക്കാരെ വെടിവെക്കാൻ പോയിട്ടുണ്ടാക്കിയ ഒരു മുതലാണ് നീ. ഇവള് ഒന്നും ചെയ്തില്ല. തൃശ്ശൂരിന്ന് അത്യാവസ്ഥ അറിയാതെ അവള് കൂട്ടിക്കൊണ്ട് ഇവളെടുക്കൽ ആ മുതലിനെയൊക്കെ നീ സ്വപ്നം കണ്ടതായിരിക്കും. എടാ, സ്വപ്നം കാണണ പോലെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഞാനൊക്കെ 10 ജന്മം ജനിക്കണം. 10 ജന്മം. കേൾക്കുമ്പോഴേക്ക് ഇവള് ഗുരുവായൂരേക്ക് വരാനുള്ള കാരണം അതാണ്. ഇവള് പറയുന്നത് വെച്ചാല് ഇവള് ഒന്നും ചെയ്തില്ല. തൃശ്ശൂരിന്ന് 50 മിനിറ്റേ ഉള്ളൂ ഗുരുവായൂർ. എന്തിനാണ് റൂം എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഗുരുവായൂർ വന്ന് റൂം എടുത്ത് താമസിച്ചത് ആരൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഗുരുവായൂർ മാത്രമല്ല, ഈ കേരളം മുഴുവൻ നടന്ന് വെടിവെക്കാൻ പോയിട്ടുള്ളത് ഇവന്റെ കൂടെ ഇരിക്കുന്ന അഭിസാരികയാണെന്ന് ഈ കേരളക്കാർക്ക് മൊത്തം അറിയാം. 1-2 പേർക്കിടെ കൂടെയല്ല പോയിട്ടുള്ളത്. ഇവൻ നടന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് നടന്ന് കൂട്ടിക്കൊടുക്കുന്നതാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ട്. പൈസ മാത്രം മതി ഇവർക്ക്, വേറൊന്നും വേണ്ട. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവൾക്ക് കിളവനെന്നോ ചെറിയതെന്നോ ഒന്നും നോട്ടമില്ല. ഏത് പന്നയുടെയും കൂടെ ഇവള് പോകും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇതെന്താ സംഭവം എന്നറിയോ? ഞാൻ ഗുരുവായൂർ പോകുന്ന ദിവസങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി പറയാറുണ്ട്. നിങ്ങൾ ആ ഡേറ്റ് ഒക്കെ എടുത്ത് നോക്കിയേ. ആ സമയത്തൊക്കെ ഈ സ്ത്രീ അവിടെ ഉണ്ട്. സംഭവം ഇവരെ കാണാൻ വരുന്നതാണ്. ഇവര് തമ്മിൽ ഫോണിൽ കോണ്ടാക്ട് ഉള്ളതാണ്. അത് പറയാതെ ഇവര് തമ്മിൽ അടി. അത് പറയാതെ എടി, ഫോണിൽ കോണ്ടാക്ട് ഉള്ളതാണെങ്കിൽ എൻ്റെ ഫോണിലും കാണും. ഈ പറയുന്ന വേട്ടാവളി നാറിയുടെ 10 തന്തയ്ക്ക് അവൻ്റെ അമ്മ കയറി ഇറങ്ങി വെടിവെച്ചിട്ടുണ്ടായി. ആ വേട്ടാവളി എൻ്റെ ഫോണിൽ കാണും. എടുത്ത് കാണിക്കടി. എന്തടി കാണിക്കാത്തത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ തെളിവൊക്കെ നമ്മൾ കൊണ്ട് കാണിക്കണ്ടേ? വേട്ടാവളീന് നല്ല ആഗ്രഹം ഉണ്ടല്ലേ? പക്ഷേ എടാ വേട്ടാവളിയാ, എൻ്റെ അമ്മ ലോഡ്ജായ ലോഡ്ജ് മുഖാന്തരം നടന്നിട്ട് 10 പേര് കൂടുതൽ കയറി ഇറങ്ങി ഉണ്ടാക്കിയിട്ടതാണ് നിന്നെ. ഈ 10 പേര് കയറി ഇറങ്ങിയെങ്കിലും ഇവന്റെ പ്രതിത്വം ആരും ഏറ്റെടുക്കൂലല്ലോ. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഒരു മുസ്ലിം അച്ഛൻപാപ്പേനെ പിടിച്ചു. അച്ഛൻപാപ്പയുടെ കൂടെ ലോഡ്ജായ ലോഡ്ജ് മുഖാന്തരം കയറി ഇറങ്ങി വെടിവെപ്പും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവന്റെ അമ്മേനെ 10 പേര് കയറി ഇറങ്ങി ഉണ്ടാക്കിയതാണല്ലോ ഇവൻ. അപ്പൊ ഇവന്റെ തന്ത ആരാന്ന് ഇവന് നിർവചിക്കാൻ കഴിയൂല. DNA ടെസ്റ്റ് നടത്തിയാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയൂല. അപ്പൊ ഇവന്റെ ആ ഒരു പ്രതിത്വം ആ അച്ഛൻപാപ്പയുടെ തലയിൽ കെട്ടിവെക്കാനായിട്ടാണ് തള്ള അച്ഛൻപാപ്പേനെയും കുട്ടി ലോഡ്ജിൽ പോയി മുറിയെടുത്ത് താമസിച്ചത്. അപ്പൊ അച്ഛൻപാപ്പ ഒരു മണ്ടനായതുകൊണ്ട് അച്ഛൻപാപ്പ വിശ്വസിച്ചു. പക്ഷെ ഇതിനു മുമ്പ് തള്ള വെടിവെക്കാൻ പോയി ഉണ്ടാക്കിയ മുതലാണിത്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പറവെടിയുടെ കൂടെ വന്നിരുന്നിട്ട് ഇമാതിരി ആളുകളെ തോന്നിയാസം പറയുന്നത്. മനസ്സിലായില്ലേ? കേരളം മുഴുവൻ വെടിവെക്കാൻ നടന്ന് കൊടുക്കുന്ന, ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു പറവെടിയുടെ കൂടെയാണ് ഈ നായിന്റെ മോൻ ഇപ്പൊ താമസിക്കുന്നത്. അപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ പാരമ്പര്യം എന്താണെന്ന്, ഇവളുടെ പാരമ്പര്യം എന്താണെന്നും. ഈ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടിയാണ് കൂട്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ചേരുന്നതേ ചേരുള്ളൂ. അങ്ങനെ ചേർന്ന 2 വെടിവാണങ്ങളാണ് മറ്റു സ്ത്രീകളെ വെടിക്കഥകൾ പറയാൻ ഇറങ്ങിയിരിക്കുന്നത്. അമ്മാതിര വെടികൾക്ക് വെടിക്കഥകൾ ഉണ്ടാക്കാൻ കഴിയുക. നിന്നെ കിട്ടാത്തത് കൊണ്ട് ഇവിടെ മരപ്പെട്ടി മോറ അവൾക്കിടെ ജെട്ടി വരെ കഴുകി കൊടുക്കുന്ന, അവൾക്കിടെ മെൻസസ് ആയത് വരെ കഴുകി തുടച്ച് ഉണക്കി കൊടുക്കുന്ന നിന്നെ കിട്ടാത്തതിൻ്റെ വിഷമം മറ്റു പെണ്ണുങ്ങൾക്ക്. ഓടാ, അത്രയ്ക്ക് പിഴച്ച വിത്തായ നിന്നെ കിട്ടാനിട്ട് നടക്കുന്ന കഥ വല്ലതും പറയണ മോനെ. നീ ചിലപ്പോൾ രാത്രി ഉറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്നീനെ മടുത്തോ നിനക്ക്? അതിന് നീ ഇങ്ങനെ മാനത്ത് നോക്കിയിട്ട് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ മാനത്ത് നോക്കിയിരുന്നു ഓലി ഇട്ടാൽ മതി. നല്ലോണം ആഞ്ഞങ്ങോട്ട് കൂവിയാ മതി. തൽക്കാലം നീ ആ വെടി ജസ്നേനെ കൊണ്ട് തൃപ്തിപ്പെടും. നിന്നെയൊക്കെ ദൂരേന്ന് തന്നെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ 7 പ്രാവശ്യം കുളിക്കണം, എന്നാലേ നമ്മളൊക്കെ ശുദ്ധിയാവുള്ളൂ. അത്രത്തോളം വെട്ടക്ക് വെടിവെപ്പ് വീരനാണ്. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ഒരു മുള്ളുമുരുക്കിലേക്ക് ആദ്യം ഈ പറയുന്ന നിന്റെ കൂടെയുള്ള ആ പറ വെടിയെ കയറ്റി വിടുക. പിന്നാലെ നീയും വലിഞ്ഞു കയറുക. എന്നിട്ട് 2 കൂടി മുള്ളുമുരുക്കിൻ്റെ മണ്ടയിൽ നിന്ന് ഊർന്നിങ്ങോട്ട് ഇറങ്ങുക. എന്നിട്ട് വീണ്ടും വലിഞ്ഞു കയറുക. എന്നിട്ട് വീണ്ടും ഊർന്നിറങ്ങുക. അപ്പം നിങ്ങൾക്ക് ഒരുവിധം നല്ല സുഖവും ശമനവും കിട്ടും. ഇത് തന്നെയാണ് അതിനുള്ള മരുന്ന്. അപ്പം ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിക്കോളൂ കേട്ടോ.
അമ്മച്ചിക്ക് കിട്ടാത്തല്ലേ. ഇവനെ കിട്ടാത്തതുകൊണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ സത്യാവസ്ഥ. അപ്പൊ ഒരു പറ വെടിയുടെ കൂടെ ഇരുന്ന് മറ്റു സ്ത്രീകളെ അസഭ്യം പറയുന്ന ഒരു പറ വെടിവെപ്പുകാരൻ മലരൻ. അതിൽ കൂടുതൽ ഇവനൊന്നും പറയാനില്ല. അപ്പൊ അതാണ് ഇതിന്റെ സത്യാവസ്ഥ. മൂക്കു ചൊറിയുന്ന അമ്മച്ചിയെ 4 മണിക്കൂർ മൂക്കി കൈയിട്ടുകൊണ്ടിരിക്കും. ഈ മൂക്കൊട്ടി ആണെങ്കിൽ ഏത് സമയവും ഇങ്ങനെ ഒലിച്ചിറങ്ങലാണ്. വീടിന്റെ ഉള്ളിൽ തന്നെ കഞ്ചാവ് ഒരിക്കലാണ് ഇവന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. ഒരു പറവെടിയുടെ കൂടെ ഇരുന്നിട്ട് ഒരു വെടിവെപ്പ് വീരൻ മലരൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ കഞ്ചാവിന്റെ അപ്പുറത്ത് പലതും ഉണ്ടാവും. അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കാറിന്റെ സീറ്റിൽ ഇവന് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഞെളിപിരി കൊള്ളുന്ന ഒരു സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ അവിടെ കറക്റ്റായിട്ട് കുത്തിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ വെടിവെക്കാൻ പോയി ഈ പറവെടികൾക്ക് വെടിവെച്ച് കൊടുത്തിട്ട് അവരെ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടുകിടന്ന് നടന്ന് വെടിവെച്ച് ഇവന്റെ ആസനത്തിൽ വ്രണമാണ്. അതുകൊണ്ടാണ് ഇവന് ഡ്രൈവിംഗ് സീറ്റിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാത്തത്. വണ്ടി ഓടിക്കുമ്പം ഞെളിപിരി കൊള്ളുക, അത് കഴിഞ്ഞിട്ട് ഇവന്റെ മൂക്കിലാണ് ഇവന്റെ 2 വിരലുകൾ. അപ്പൊ ഈ വെടിവീരൻ മലരനെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഏറ്റെടുക്കാൻ ഈ കേരളത്തിൽ പെണ്ണുങ്ങളുണ്ടോ ഗൈസ്? പിച്ചക്കാരൻ മലരനാണ് വിളിക്കുന്നത്. പിച്ചക്കാരൻ മലരൻ. ആട്ടി വിടണം, പോട നാറി. പറവടിയുടെ മോൻ വേറൊരു പറവടീനെ കണ്ടുമുട്ടി ബസ്സിൽ വെച്ച് പരിചയപ്പെട്ടിട്ട് പിച്ചലിയും കാക്കയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവനും കൂടി ഒരു കല്യാണക്കഥ ഉണ്ടാക്കി. ഇവന് 2 വർഷം കഴിയുമ്പോൾ കല്യാണം. ഇതിനു മുമ്പ് ഹൗസ് വാമിങ്ങിന്റെ ഇടയ്ക്ക് കല്യാണക്കഥ വെടിക്കഥ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ 2ാമത്തെ വെടിക്കഥ. ഇവന്റെയും ഇവളുടെ അവിഹിതം നാട്ടുകാരുടെ മുമ്പിൽ മറയ്ക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം അവനെ പെണ്ണ് കെട്ടിക്കാൻ പോകുന്നു എന്നൊരു വ്യാജേന ഒരു കാര്യം ഉണ്ടാക്കി പറയാം. അത് കേട്ട് മറ്റുള്ള മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കുക. അതാണ് പെണ്ണ് കാണാൻ പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് കല്യാണം. പെണ്ണിന്റെ വീട്ടുകാരെ കുറ്റം പറയുന്നു. ഇവനൊക്കെ ആര് പെണ്ണ് കൊടുക്കാനാണ്? ഏത് പെണ്ണ ഇവനെ കെട്ടുക? ഇതുപോലെ ഒരു കഥ ഉണ്ടാക്കി ജനങ്ങൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേൾക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ജനങ്ങൾ വീണ്ടും വിശ്വസിക്കും. ഓ, ഇവനായിട്ട് ഇവൾക്കൊരു ബന്ധവും ഇല്ല, അവൻ വേറെ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് വിചാരിച്ച് വെള്ളം തൊടാണ്ട് ആ നോണ മൊത്തം വിഴുങ്ങിയിരിക്കുന്ന ജനങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ കിട്ടൂല. നിന്റെ കയ്യിലിരിക്കുന്ന ഈ മുതലിനെ നീ മറ്റൊരുത്തിക്ക് പണയം വയ്ക്കും. പോടി നാറി. നോണ പറയുന്നതിനൊരതിരൊക്കെ ഉണ്ട്. നിന്റെ കോണവും വരെ കഴുകിത്തരുന്ന നിന്റെ മ്യാമനെ ഏതെങ്കിലും പെണ്ണ് പണയപ്പണ്ടമായിട്ട് സ്വീകരിക്കോ? ആരെങ്കിലും പണയപ്പണ്ട് എടുക്കും? ലൈവായിട്ട് വെടിവെക്കാൻ പറ്റാത്തത് കൊണ്ട് ഫോണിൽ കൂടിയാണ് മുഴുവൻ ഹണി ട്രാപ്പ് നടത്തുന്നത്. ഇവള് വെച്ചോണ്ടിരിക്കുന്ന ഇവളുടെ മാമനെ ഏത് സ്ത്രീകൾ, അന്തസ്സുള്ള സ്ത്രീകൾ ആരെങ്കിലും സ്വീകരിക്കോ? ഫോണിൽ കൂടെ പോലും ഹണി ട്രാപ്പ് നടത്തി ആണുങ്ങളെ അടക്കം പെണ്ണുങ്ങളെ വരെ പെടുത്താൻ നടക്കുന്ന ഇവൾക്കിടെ മാമന് കല്യാണമോ? ഈ പറവെടിക്കും ഈ പറവെടി മലരനും എയ്ഡ്സാണെന്നുള്ള ഒരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഇതുപോലെ പറഞ്ഞുണ്ടാക്കുന്നത്. അതിനുള്ള വെള്ളം അങ്ങ് തിളപ്പിക്കുക. എന്നിട്ട് അതങ്ങ് നല്ലോണം തിളച്ച ശേഷം അതങ്ങ് വാങ്ങിച്ചിട്ട് പണ്ട് നിന്റെ അമ്മ എന്ന് പറയുന്ന ആ പറവെടി ലോഡ്ജ് മുഖാന്തരം വെടിവെക്കാൻ നടന്ന കഥകൾ നാട്ടിൽ പാട്ടാണല്ലോ. നീ നല്ലോണം തിളപ്പിച്ച വെള്ളം നിന്റെ പറവെടി തള്ളയുടെ ആസനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ പറയാനുള്ളൂ.